അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖലൻ വദബൻ കാമില റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സഅദ. ബഹുമാനമുള്ള ഫത്ഹുൽ മുഈൻ അൽഫിയ ക്ലാസ് റൂം സബ്കിലെ ബഹുമാനികളെ ബന്ധപ്പെട്ടവരെ, പ്രത്യേകിച്ച് അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ, അതുപോലെ നമ്മളെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. നമ്മുടെ ക്ലാസിന്റെ ബാക്കി ഭാഗം നമുക്ക് പ്രവേശിക്കാം. നജസിനെ സംബന്ധിച്ചുള്ള വിഷയമായിരുന്നു നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പല ഭാഗങ്ങളും നാം സ്പർശിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഫർഉൻ ഇദാ തനജ്ജസ മാഉൽ ബിഇരിൽ ഖലീലു ബിമുലാഖാത്തി നജസിൻ ലം യത്ഖുർ ബിൻ നസ്ഹി ബൽ ينبغي ألا ينصح ليكثر الماء بنبع أو صب ماء فيه أو الكثير بتغير به لم يطهر إلا بزواله فإن بقيت فيه نجاسة كالشعر فأرة ولم يتغير فطهور. വിഷയം ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക്. അതായത് കുറഞ്ഞ വെള്ളമുള്ള ഒരു കിണർ, അധികരിച്ച കിണർ വെള്ളമല്ല, 2 കുലത്തിന്റെ ഒക്കെ താഴെയുള്ള വെള്ളമേ ഉള്ളൂ. അങ്ങനെ കുറഞ്ഞ വെള്ളമുള്ള ഒരു കിണറില് നജസ് ചാടി, അതിന്റെ നജസിന്റെ മുലാഖാത്തുണ്ട്. നജസ് കണ്ടുമുട്ടി എന്ന് പറയാം. അതായത് എന്തെങ്കിലും രക്തമോ അല്ലെങ്കിൽ മൂത്രമായ തുണിയോ അതല്ലെങ്കിൽ മൂത്രമോ അല്ലെങ്കിൽ ശവത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ എന്തെങ്കിലും ചാടി. എന്നാല് അത് തേവിക്കളഞ്ഞാൽ അത് ശുദ്ധിയാവൂല. പിന്നെന്ത് വേണം? തേവിക്കളഞ്ഞാലേ ശുദ്ധിയാവില്ല എന്ന് പറയാൻ കാരണം അത് കലീലായ വെള്ളമായതുകൊണ്ട്. അപ്പൊ പിന്നെന്ത് വേണം? ഒന്നുകിൽ അവിടെ അങ്ങനെ ഇടുക, എന്നിട്ട് വെള്ളം ഉറവ് പൊട്ടിയിട്ട് അത് കണ്ട് അധികരിക്കും. അപ്പൊ അധികരിച്ച് കഴിയുമ്പോൾ മുലാഖാത്ത് കൊണ്ട് ശുദ്ധിയാവുന്ന നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് എത്തും. ഇനി അങ്ങനെ കൊണ്ട് ഉറവ് കൊണ്ട് വെള്ളം അധികരിക്കുന്നില്ല എന്ന് വരിക. അപ്പൊ എന്ത് വേണം? നമ്മള് ഗവൺമെന്റിലൊക്കെ കിണർ കുത്തുന്ന കണ്ടിട്ടില്ലേ? എന്നിട്ട് അതിന്റെ പരിശോധനക്കാർ വരുമ്പോഴേക്കിന് നാനാ ഭാഗത്തുനിന്നും കുടത്തിനും ചെമ്പിലും വെള്ളം കൊടുത്തിട്ട് എന്താക്കും? കിണറ്റിൽ നടക്കും. ഇവര് വരുമ്പോൾ 3 കോല് വെള്ളം ഉണ്ടാവും, ഉപ്പിടും, പാസ്സാക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? നമുക്കറിയാം. എന്ന പോലെ എന്ത് ചെയ്യാം? വെള്ളം കൊടുന്നേക്ക് നിറച്ചിട്ട് പല ഭാഗത്തും വെള്ളം കൊണ്ട് നിറക്കുക. അങ്ങനെ ചെയ്ത് എന്താവും? അത് അധികരിച്ചതാവും. ഇങ്ങനെ ആകുന്ന സമയത്ത് അത് ശുദ്ധിയായി എന്ന് ഹുക്ം ചെയ്യാമെന്നാണ്. ഇനി അധികരിച്ച വെള്ളമാണ്, അതിൽ പകർച്ചൊന്നുമില്ലെങ്കിൽ ഓക്കെ, അത് ശുദ്ധിയുള്ളതായി. ഇനി പകർച്ച ഉണ്ടായി ഈ മുലാഖാത്ത് കൊണ്ട്, എന്നാ പിന്നെന്ത് വേണം? ആ പകർച്ച നീങ്ങന്നെ വേണം. ആ പകർച്ച നീങ്ങുക തന്നെ വേണം. വേറൊന്ന്, ഇനി ഏതെങ്കിലും ചത്തതിന്റെ ഏതെങ്കിലും രോമങ്ങൾ അതിൽ കടന്നു. ഈ രോമം ഉണ്ടായി കഴിഞ്ഞു, നമ്മൾ അതിൽ നിന്നിങ്ങനെ വെള്ളം കോരിയെടുക്കുമ്പോഴൊക്കെയും ഓരോ ബക്കറ്റിലും രോമങ്ങൾ വരികയാണെങ്കിൽ അത് ശുദ്ധിയാവൂല. കാരണം അതുകൊണ്ട് എല്ലാറ്റിലും നജസ് വിട്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ഒരു ഇത് ചാടി അങ്ങനെ രോമങ്ങളൊക്കെ കലർന്ന് നമുക്കറിയില്ല. നമ്മളൊരു പ്രാവശ്യം കോരിയെടുത്ത സമയത്ത് അതിൽ രോമങ്ങളൊന്നും കണ്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ഥിതി എന്താണ്? നമ്മളെ അസലെന്താണ്? ഈ രോമം ഉണ്ടായിട്ടല്ലല്ലോ നമ്മൾ കിണർ കുത്തിയത്. ആ വെള്ളം ചാവാനും അല്ലെങ്കിൽ അതിൽ എരി ചാടി ചാവാനും അല്ല നമ്മൾ കുത്തിയത്. അപ്പോ ആദ്യത്തെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ശുദ്ധിയുള്ളതാണ് എന്ന് ഹുക്ം ചെയ്യാം എന്ന വിഷയങ്ങളൊക്കെയാണ്, മസലയാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നോക്കാം. ഫർഉൻ ഇദാ തനജ്ജസ മാഉൽ ബിഇരി, കിണറ്റിലെ വെള്ളം നജീസായി. എങ്ങനത്തെ വെള്ളമാണാൽ ഖലീലു, ഖലീലായ കിണറ്റിലെ വെള്ളം നജീസായി. എന്തുകൊണ്ട് തനജ്ജസ? ബി മുലാഖാത്ത് നജസ്, നജസ് കണ്ടുമുട്ടൽ കൊണ്ട്. ഒരു ലോകിക്കാരായി എന്നല്ല, അതിൽ നജസ് ചാടി, അതാ ശൈലിയാണ്. എന്നാൽ എന്താ ഉള്ളത്? ലം യത്ഹുറൂന്ന്, ആ ബിഇറിലെ വെള്ളം, ആ ഖലീലായ ബിഇറിലെ വെള്ളം അത് ശുദ്ധിയാവുകയില്ല. ആ വെള്ളം ശുദ്ധിയാവുകയില്ല. എങ്ങനെ? ബിൻ നസ്ഹി, തേവല് കൊണ്ട്. അതിനെ തേവി തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഒരു പണിക്കാരനൊക്കെ വിളിച്ച് തേവി തീർത്താൽ അത് ശുദ്ധിയാവുകയില്ല. ബൽ പിന്നെന്ത് വേണം? യംബഗി അല്ല യൻസ, തേവരുതേ, അങ്ങനെ ഇടണം അവിടെ, അങ്ങനെ അവിടെ കടന്നോട്ടെ, സാധനം അവിടെ ചാടികൂടെ കടന്നോട്ടെ, ബേജാറാവണ്ട. പിന്നെന്ത് വേണം? അല്ല യൻസഹ ലിയക്സുറൽ മാഉ, വെള്ളം അധികരിക്കാൻ വേണ്ടി അങ്ങനെ ഇടുക. എങ്ങനെ ഇപ്പൊ വെള്ളം അധികരിക്കുക? ബിൻ ഉറവുണ്ടല്ലോ, അപ്പൊ ആ ഉറവ് അങ്ങനെ പൊട്ടിട്ട് വെള്ളം അധികരിക്കും. ഔ സൊബി മായും ഫീഹി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റിലെ വെള്ളം കൊടുന്ന് കൊഴിച്ചിട്ട് കൂട്ടുന്നത് പോലെ, ഔ സൊബി മായും ഫീഹി, അല്ലെ ആ ബീറിൽ വെള്ളം കൊടുന്ന് ചൊരിച്ചു. അങ്ങനെ ആയാൽ അത് അധികരിച്ചപ്പോ എന്തായി? അത് ശുദ്ധിയുള്ളതായി എന്ന് ഹുക്ം ചെയ്യാം. ഇനി ഇദാ തനജ്ജസ മാഉൽ ബീരി അൽ ഖലീലു, അവിടെ കത്തഫായിട്ട് അബിൽ കസീറു, അല്ലെ അധികരിച്ച വെള്ളമുണ്ട്. 2 കൊല്ലത്തെ അല്ലെങ്കിൽ 2 കൊല്ലത്ത് വെള്ളം അതിനധികരിച്ചുണ്ട്, വെള്ളമുണ്ട്. പക്ഷേ ബി തഗയ്യുറിൻ ബിഹി,
ആ മുലാഖാത്ത് കൊണ്ട് ആ മാ എന്തായിട്ടുണ്ട്, തഗയ്യുറായി. അതാണ് ഇപ്പൊ പ്രശ്നം. തഗയ്യുറില്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ല, കുഴപ്പമില്ല, നമുക്ക് ശുദ്ധിയാണെന്ന് ഹുക്കുമ് ചെയ്യാം. തഗയ്യുറായി. എങ്ങനെ തഗയ്യുറായി? അതിനെ മണം മാറ്റണ്ട്, അല്ലെങ്കിൽ അതിന്റെ രുചി മാറ്റണ്ട്, അല്ലെങ്കിൽ നിറം മാറ്റണ്ട്, ഇങ്ങനെ വന്നു. എന്നാ എന്താ സംഭവം? ലം യതുഹുർ, ശുദ്ധിയായിട്ടില്ല, അത് ശുദ്ധിയായെന്ന് ഹുക്കുമ് ചെയ്യില്ല. എങ്ങനെ അല്ലാതെ ലം യതുഹുർ? ഇല്ലാ ബിസവാലിഹി, ആ തഗയ്യുർ നീങ്ങൽ കൊണ്ടല്ലാതെ. ആ തഗയ്യുർ നീങ്ങണം, അപ്പോഴേ അത് ശുദ്ധിയുള്ളൂ. അപ്പോ കുറച്ചാൽ അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ തഗയ്യുർ താരം നീങ്ങണം, അല്ലെങ്കിൽ വേറെ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചിട്ട് അതിൽ തഗയ്യുർ പോകണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ അവസ്ഥകൾ ഉണ്ടാക്കി തീർക്കണം. ഇനിയും ഫൈം ബഖിയത്ത് ഫീഹി നജാസത്തുൻ, ഇനി ആ കിണറ്റിൽ നജസ് ബാക്കിയായി, കഷാരി ഫറത്തിൻ, എലിന്റെ മുടി പോലെ. ഏത് സ്ഥിതിയിൽ വലം തഗയ്യർ, ഒരു തഗയ്യുറില്ല, എലിന്റെ മുടിയൊക്കെ ചാടിയിട്ടുണ്ട്, പക്ഷെ ഒരു തഗയ്യുറില്ല, എന്നാൽ ഫതഹൂറുൻ, അത് ശുദ്ധിയുള്ളതാണ്. പക്ഷെങ്കിൽ ഒരു വിഷയം കൂടി അവിടെ മനസ്സിലാക്കണം. തഅദറ ഇസ്തിഅമാലുഹു, തഹൂറാണ് സാധനം, പക്ഷെ അതിനെ ഉപയോഗിക്കൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്താ ഉപയോഗിക്കൽ ബുദ്ധിമുട്ടാന്ന് പറയാൻ കാരണം ഓരോ ബക്കറ്റ് കോരിയെടുക്കുമ്പോൾ അതിലൊക്കെ ഓരോ മുടിയുണ്ട്. ഇത് ലാ യഖ്ലു മിൻഹു, ഇത് കാരണം ലാ യഖ്ലു മിൻഹു, ആ ഷഅറിൽ നിന്ന് ഒഴിവാകുന്നില്ല. ലാ യഖ്ലു, ആ പിന്നെ ഓരിയെടുക്കുന്ന ബക്കറ്റ് ഒഴിവാകുന്നില്ല. മിൻഹു, ആ ഷഅറിനെ തൊട്ട് ഒഴിവാകുന്നില്ല. ഇല്ലല്ല, അവിടെ ഒന്നുകൂടി ഇപ്പുറത്ത് ദൽവ് വരുന്നുണ്ട്. ഇത് ലാ യഖ്ലു മിൻഹു, ആ ഷഅറിനെ തൊട്ട് ഒഴിവാകുന്നില്ല. ദൽവുൻ, ഒറ്റ ബക്കറ്റും, നമ്മൾ കോരിയെടുക്കുന്ന ഒറ്റ ബക്കറ്റും ഈ ഷഅറിൽ നിന്ന് ഒഴിവാകുന്നില്ല. അല്ലാതെ മിനുഹുദ ലൗ ഫൽ യതസഹ എന്നൊക്കെ വായിച്ചാൽ കുടുങ്ങിപ്പോവും. ദൽബുൻ എന്നാണ്. അപ്പൊ ഫൽ യൻസാകുല്ലു, അപ്പൊ പിന്നെന്താണ് വഴിയുള്ളത്? കണ്ണും ചെമ്പിട്ട് എന്തൊക്കെ 2 പണിക്കാരെ വിളിക്കുക, അത് കോരിയാണ് മുക്കി അറുക്കുക എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ മുക്കി അറുക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഇനി നോക്കുക, അപ്പൊ തന്നെ അവിടെ വേറെ സംശയം വന്നു. അപ്പോഴാണ് നമ്മൾ വീട്ടിലെ പിന്നെ ഉമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ട് പറയും, പെണ്ണുങ്ങളാണ് സാധാരണ ഈ കോലം പറയാം, ഞങ്ങൾ അതിന് മുമ്പ് കോരിയിട്ടുണ്ട്, അപ്പൊ അതിലങ്ങനെ കണ്ടിട്ടില്ല, ഇനിയിപ്പോ എന്താ കാട്ടുക, ഇനി എന്താ ചെയ്യേണ്ടത്? സ്വലാത്ത് ചൊല്ലിങ്ങാണ്ടിരിക്കേ, അല്ല ദിക്റിയല്ലേ, എന്തൊക്കെയാ വേണ്ടെന്നൊക്കെ ചോദിച്ചു. അതല്ലെങ്കിൽ മൊയ്തശേഖരനെ വിളിക്കണം, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ചോദിക്കും ഒരു കൂട്ടം ആൾക്കാർ. ഫൈനിഖ്തറഫ ഖബില നസഹനെ മുമ്പ് കോരിയെടുത്തു. വലം യതയഖന ഫീമ ഇഖ്തറഫഹു ഷഅറുൻ, വലം യതയഖന, ഒരു ഉറപ്പോട്ടുണ്ടായിട്ടില്ല. ഫീമ, ഒന്നിൽ, ഇഖ്തറഫഹു, ആ വെള്ളത്തെ കോരിയെടുത്തു, ആ ഒന്നില് എന്തായാലും തേക്കുനായിട്ടില്ല. ഷഅർ, മുടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഉറപ്പും നമുക്കില്ല. ലം യദുറാൻ, എന്നാ എന്താക്കണ്ട, തലി കഴിച്ച് കരയണ്ട, ഇടങ്ങേറ് മുസീബത്തൊന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ട് അതൊരു ചർച്ചാ വിഷയമാക്കേണ്ട, പേപ്പറിൽ കൊടുക്കും വേണ്ട, ടിവിക്കാരെ വിളിച്ചിട്ടൊന്നും വേണ്ട. ലം യദുറ, ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതാണ്. ഇനി വൈ വന്നഹു, അപ്പൊ ഒരു ചോദ്യം, ഇതിപ്പോ ഉറപ്പുണ്ടായിട്ടല്ലല്ലോ അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടില്ല, അവൻ ഭാവിച്ചാലും ശരി. അമലം ബി തഖദീമിൽ അസ്ലി, നേരത്തെ നമ്മൾ ഈ കിണറുണ്ടായിരുന്നല്ലോ, അതിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പൊ ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പൊ അസലാണ് നമ്മൾ നോക്കുന്നത്, അതേപോലെ ഇപ്പൊ അസലിന് തന്നെ എപ്പോഴും കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്റെ അടി ചാടിയതല്ലേ, ഇന്നല്ലാതെ അപ്പൊ അതിൽ എരി ചാടാനായിട്ട് കണ്ടുകുത്തിയതല്ലോ, മുടി വാക്കാനും കുത്തിയതല്ലോ. അപ്പൊ അസൽ എന്തായിരുന്നു? അതിന്റെ അസൽ, അതിന്റെ തുടക്കം, അതിന്റെ പ്രാരംഭഘട്ടം എന്നൊക്കെ അർത്ഥം വെക്കാം. അതെന്തായിരുന്നു? പിന്നെ ശുദ്ധിയുള്ളതായിരുന്നു. അപ്പൊ അതിനെ നോക്കിയിട്ട് ഭാവന മതി, യഖീനൊന്നും കിട്ടൂല. അലല്ലാഹിരി ബി തഖദീമിൽ അസ്ൽ അല്ലാഹിരി, പ്രത്യക്ഷത്തിൽ ലാഹിറിൽ അതിന്റെ അസ്ലിനെ നോക്കിയിട്ട് ഹുക്കുമ് ചെയ്യാം. ഇനി വേറൊരു വിഷയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. അത് ഫിഖ് നമുക്ക് പാഠം നൽകുന്ന വിഷയം നോക്കുക. വലായത്തുഹു മുത്തനജിസു ബിനഹവി കെൽബിൻ, കെൽബ് എന്ന് പറഞ്ഞാൽ അതിൽ ആരും പെടും? കെൽബിന്റെ കൂട്ടുകാരുണ്ടല്ലോ, ഒടപ്പുറപ്പ്, ഖൻസീർ, പന്നി, അല്ലേ? അപ്പൊ പന്നി, അതുപോലെ തന്നെ നായ പോലോത്തത് മുത്തനജിസ് ആയത് ശുദ്ധിയാവുകയില്ല. എന്താ ശുദ്ധിയാവുകയില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഏതുപോലെ ആവും? പിന്നെ റജബിന് ദലീലില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ഉണ്ടെന്ന് ശേഷം പറയുന്നുണ്ട്, ഇവിടെ തന്നെ നിർത്തുമ്പോഴാണ് പ്രശ്നം. ഇല്ലാബി സബഇ വസ്ലാത്തിൻ, 7 കഴുകൽ കൊണ്ടല്ലാതെ ശുദ്ധിയാവുകയില്ല. വളരെ ശ്രദ്ധിച്ചോളും, ഈ ഭാരത്തത പറയുന്നു. ബഅദ സവാലിഹി, ബഅദ സവാലിൽ ഐനി, നജസിന്റെ തടി അതിൽ നിന്നും നീക്കിയതിന് ശേഷം 7 പ്രാവശ്യം കഴുകണം. എപ്പോഴാ കഴുകേണ്ടത്? നായയോ പന്നിയോ തൊട്ടു, അല്ലെ നായന്റെ മേലെ ചളി ഉണ്ടായിരുന്നു, ആ ചളിയോട് കൂടെ വരതിപ്പോയി, അപ്പൊ ആ കറുത്ത മണ്ണും കട്ടിയൊക്കെ പാടെ അവിടെ ഉണ്ട്. എന്ത് വേണം? ഈ മണ്ണും കട്ട ആദ്യം നീക്കണമെന്ന്. അതല്ലെങ്കിൽ നായന്റെ പിട്ടൊക്കെയാണ് ആയതിട്ടില്ല, അതിന് മൂത്രമാണ്. ആ തടി, അയിമുണ്ടായ തടി എന്താക്കണം? ആദ്യം നീക്കണം, എന്നിട്ട് 7 പ്രാവശ്യം കഴുകണം. പലോബി മറാത്തിൻ. അപ്പൊ പിന്നെ ചോദ്യം, ഈ തടി നീക്കാൻ കുറെ വട്ടം കഴുകിയിട്ടുണ്ട്, ഒരു 33 വട്ടം കഴുകിയിട്ടുണ്ട്, കഴുകിക്കോ, അത് പോവോളം കഴുകണം, അത് പോവോളം കഴുകണമെന്ന്. ആ കഴുകലിൽ ഏത് പെടൂല? 7 പെടൂല. മനസ്സിലാകണ്ടല്ലോ, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം.
വലൗബി മറാത്തിൻ, അത് പല പ്രാവശ്യം കഴുകിയിട്ടാണോ തടി നീങ്ങിയതെങ്കിൽ അത് വരെ കഴുകി തന്നെയാണ്. അതൊന്നും ഈ 7 പെടൂല. 7 എന്ന് പറഞ്ഞ് അതിന് ഇങ്ങോട്ട് കൂടാൻ പറ്റില്ല. അപ്പൊ ഈ തടി നീങ്ങണം. ഇപ്പൊ മുസീലു ആ മറത്തു. അപ്പൊ പല പ്രാവശ്യം കഴുകിയിട്ടാണ് തടി പോയത് എങ്കിൽ ആ കഴുകലിനെ ഞങ്ങൾ എന്താ പറയാന്നറിയോ? ഫിഖ്ഹിന്റെ ഭാഷയിൽ ഞങ്ങൾ എന്താ പറയും? മറത്തുമായത് ഒറ്റ പ്രാവശ്യം ആയിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യമേ ആയിട്ടുള്ളൂ. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാണ് 11 മണിക്ക് തുടങ്ങി 1 മണി വരെയും ഭക്ഷണം കഴിക്കൽ തന്നെയാണ്. ഇപ്പൊ എന്താ പറയുക? ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു എന്നേ പറയുള്ളൂ. അസർഗത്ത് എന്ന് പറയാനായിട്ടില്ല. കാരണം സമയം ഇനി ബാക്കിയുണ്ടല്ലോ. തിരിഞ്ഞിക്കണോന്ന് അറിയില്ല. തിരിഞ്ഞിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. വലോബി മറാത്തിൻ ഫമുസീലു ആ മറത്തും വാഹിദത്തുൻ, അപ്പൊ ഒറ്റവട്ടായി. അപ്പൊ യഹ്ദാകുന്ന ബിത്ത് പിന്നെന്ത് വേണം? 7 പ്രാവശ്യം കഴുകണം. യഹ്ദാകുന്ന ബി തുറാബി തയമ്മുമിൻ, തായമം ചെയ്തുകാണ്ടുള്ള മണ്ണ് എന്നല്ല, തായമ്മത്തിന് പറ്റിയ മണ്ണ്. അതേതാണ്? നമ്മൾ പറയല്ലേ ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടായിരിക്കണമെന്ന്. ഈ നായ തൊട്ടതിന്റെ ശുദ്ധിയില്ലാത്ത ആയിക്കോട്ടെ, പിന്നെ നായ കടന്നുണ്ട മണ്ണ് തന്നെ വാരിക്കൊണ്ട് ഇടാൻ പറ്റുമോ? അങ്ങനെ പറ്റൂല. അപ്പൊ ഏതാണ് തായമ്മന് പറ്റണ മണ്ണ് എന്നാണ് ആ പറഞ്ഞത്. മനസ്സിലാണ്ടല്ലോ? നമ്മൾ പറയില്ലേ കുടിരിക്കലിന് ഉണ്ടാക്കി അതേ ഭക്ഷണം മതി എവിടേക്കും, ഇനി പെറ്റിനോണ്ടുപോകുമ്പോഴെന്ന് പറയുമ്പോൾ രണ്ടും ഒരേപോലത്തെ മതിയെന്ന്, അതായത് ആ ഇറച്ചിക്കല്ല് ആ ചോറുച്ച മതി എന്ന് പറയുന്ന ശൈലിയിൽ പറഞ്ഞതാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ തടി, അതായത് നായോ പന്നിയോ തൊട്ടാൽ അതിന്റെ തടി നീങ്ങുന്നത് വരെ കഴുകണം. അത് 33 തൊട്ടാണെങ്കിലും 33 ഞാൻ കണക്ക് പറഞ്ഞ അയിമ പിടിച്ചാണ് സംശയം ഉണ്ടാക്കണ്ട, അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അത് ഒരൊറ്റ വട്ടമായിട്ട് കൂട്ടും. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഇനി അവിടുന്ന് ഇങ്ങോട്ട് 6 വട്ടം കഴുകണം. അതിൽ ഒരു പ്രാവശ്യം എന്താണ്? മണ്ണ് കലക്കിയ വെള്ളമായിരിക്കണം. ആ മണ്ണ് ഏതായിരിക്കണം? തയമ്മുമിന് ഒറ്റ വെള്ളമായിരിക്കണം. ആ വെള്ളം എന്ത് വേണം? ശരിക്കും കലക്കണം. അതിന്റെ അസറയിൽ ഉണ്ടാവും വേണമെന്ന്. അതാണ് ഈ പറയണത്. മനസ്സിലാണ്? യഹ്ദാവിന. പിന്നെ എന്തുകൊണ്ടല്ല? മറ്റുള്ള സാധനം കൊണ്ട് അല്ല. ഫിഖ്ഹിന്റെ പ്രത്യേകമായിട്ടും മുഅ്തമദായ മസ്അല തന്നെയാണിത്, യാതൊരു സംശയമില്ല. എല്ലാ കിതാബിൽ നിന്നും മാറ്റി കുറുക്കിയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന, ഫത്വ കൊടുക്കാൻ പറ്റുന്ന മസ്അലകളാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അള്ളാഹുരുടെ ഖബറിനെ വിശാലമായി കൊടുക്കട്ടെ, അവര് ഒരുമിച്ച് നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ, അവരിതിൽ പറയുള്ളൂ. അതാണ് ഈ ഫത്വൽ മുഈനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ മഹാപാണ്ഡിത്യത്തിന്റെ ശൃംഖല നിന്ന മഹാനാണ് ആര്? കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. അവര് എവിടെ പോകുമ്പോഴും ഒരു കേസ് ഉണ്ടാവും. ആ കേസിൽ ഫത്തുൽ മീൻ ഉണ്ടായിരുന്നത്. ഏത് മസല ചോദിച്ചാലും ഫത്തുൽ മീൻ തുറക്കാൻ പറയാം. ഇന്ന് എളുപ്പമായി. എന്നാൽ തൊഴഫയും കിട്ടും. ഫത്തുൽ മീൻ മറിച്ചാൽ തൊഴഫയും കിട്ടും, നിഹായും കിട്ടും, ഷർവാനിയും കിട്ടും, ബാഫദലും കിട്ടും. ബാക്കിയുള്ള കിതാബുകൾ ഏതൊക്കെ ഫിക്കുണ്ട് അതിന്റെ മസലൊക്കെ ഇത് കൂടി പറയാൻ കഴിയും. അതാണ് ആ ഇബാറത്തിന്റെ ശൈലി. വളരെ ഗൗരവമുള്ളതാണ്. നല്ല സുന്ദരമാണ് ആ കിതാബ്. അബിതുറാബി തയമ്മുമിൻ മംസൂജിൻ ബിൽ മായി, വെള്ളം കൊണ്ട് കലർക്കപ്പെട്ട തയമ്മത്തിന് പറ്റുന്ന മണ്ണ് കൊണ്ടായിരിക്കണം അതിലൊരു പ്രാവശ്യം. അതെങ്ങനെ? യുക്കദ്ദിറൽ മാഉ, വെള്ളം അതിനോട് കലർത്താൻ. യുക്കദ്ദിറ കലർത്താൻ. കണ്ട, അതേ നമ്മളെ മലയാള ഭാഷ പറഞ്ഞില്ലേ? ഹത്താ യദ്ഹറ അസറുഹു, ആ മണ്ണിന്റെ അസറിന്റെ വെളിവാണ് ഫിയ വെള്ളത്തില്. അത്രേ ഉള്ളൂ. വയസിലബി വാസിതതിഹി, വയസിലബി വാസിതതി, ആ യഖദ്ദറിന്റെ ആ കലർക്കലിന്റെ മാധ്യസ്ഥം കൊണ്ട് ചേരണം ഇലാ ജമീ അജ്സായിൽ മഹലിൽ മുത്തനജ്ജിസീം, നജസായ ആ സ്ഥലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം ചേരണം. ഫിഖ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് തന്നെയാണ് മസല അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റോ മാറോ ഒന്നും വേണ്ട. മുഅ്തമദായ മസലയാണ്, ഫിഖ് ഷാഫിയിലുള്ള മസലയാണ്. ഇതാ പറയുന്നു. ഈ ഭാഗത്ത് സഹിതം മനസ്സിലായിക്കൂടും. അപ്പൊ മണ്ണതിൽ ചേർക്കണം, അത് കലർക്കണം. അത് കലർന്നിട്ടോ മുത്തനജിസായ മഹലിലേക്ക് മുഴുവത്തിനെയും എത്തിക്കുകയും വേണം. ഇതാണിപ്പോ ഏത് നായയോ പന്നിയോ തൊട്ടാലുള്ള മസല. പിന്നെ തൊഹ്ഫയിലേക്കും അപ്പിട്ടൂക്കടങ്ങ് പോകുമ്പോ പിന്നെ ഒരു വലിയ ലാസ്റ്റ് ഘട്ടത്തിൽ എപ്പോഴെങ്കിലും മണ്ണ് കിട്ടാതെ വന്നെങ്കിൽ അവിടെയൊക്കെ സാബൂനിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടാതിരിക്കുന്ന ഒരു ഹാല് ഉണ്ടായാൽ അലോ ഫുരുള എന്നാണ് പറയുന്നത്. മനസ്സിലാണ്ടല്ലോ? കേരളത്തില് അങ്ങാടി പോയിട്ട് ഭക്ഷണം കിട്ടാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ന മാതിരിയാണ്. കാരണം കിട്ടാതിരിക്കോ? എല്ലാ ഹോട്ടലും അടച്ചിട്ടെങ്കിൽ എവിടെയെങ്കിലും പഴയ രാവിലത്തെ വെള്ളപ്പെങ്കിലും ഉണ്ടാവും. അപ്പോഴും അവിടെ ഉണ്ട് എന്ന മാതിരി എവിടെ പോയാലും മണ്ണ് കിട്ടാതിരിക്കൂല. മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോ അങ്ങനെയാണ്. മഹല്ലി മുത്തനജസായ മഹല്ലിന്റെ എല്ലാ ജുസുകളിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും ആ മണ്ണ് കലർന്ന വെള്ളം എത്തണം എന്ന് അർത്ഥം. അങ്ങനെ ആയാൽ സംഭവം ശരിയായി ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി അതിനോട് അനുബന്ധമായിട്ട് മറ്റൊരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് നാളെ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.